ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ, അതായത് 2024 മാർച്ച് 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സെഗ്മെൻ്റ് ആണ് സമകാലികം. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. 2023 ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കും 21 ലക്ഷം രൂപയ്ക്കും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അപ്പോൾ 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയ്ക്കുമാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാരം 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ പേര് മറക്കണ്ട, വിഖ്യാത ഉറുദു കവി ഗുൽസാറും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യയും. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ലേറ്റസ്റ്റ് ഇൻസാറ്റ് 3DS. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ഓർക്കുക. ദെൻ ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യ സ്വർണം നേടി. ഫൈനലിൽ തായ്ലാൻഡിനെയാണ് ഇന്ത്യയിലെ വനിതകൾ ചരിത്ര നേട്ടത്തോടെ തോൽപ്പിച്ചത്. മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ലഭിച്ചത്. അപ്പോൾ ഈ വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള 2022-23 സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലയ്ക്കും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് ലഭിച്ചത്. ദെൻ സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ സംസ്ഥാന റവന്യൂ അവാർഡ് തിരുവനന്തപുരം കളക്ടറേറ്റിനും മികച്ച കളക്ടറായിട്ട് ജെറോമിക് ജോർജിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം 12.77 കിലോമീറ്റർ T50, അതായത് ജമ്മു ഉധംപൂർ ബാരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം 12.77 കിലോമീറ്റർ T50, അതായത് ജമ്മു ഉധംപൂർ ബാരാമുള്ള പാതയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ, അതായത് ബാഫ്റ്റ അവാർഡിൽ മികച്ച ചിത്രം ഓപ്പൺഹൈമറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സംവിധായകൻ ക്രിസ്റ്റഫർ നോളനും നടൻ കിലിയൻ മർഫിയുമാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരവും നേടി. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്, അതായത് ബാഫ്റ്റ അവാർഡ്, ഓപ്പൺഹൈമറാണ് മികച്ച ചിത്രം. ഓപ്പൺഹൈമറിനെയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനും നടൻ കിലിയൻ മർഫിയും. മികച്ച നടിക്ക് പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിനെയാണ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. അപ്പോൾ ചന്ദ്രോപരിതലത്തിലിറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയസ് സ്വന്തമാക്കി. ദെൻ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിന് മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന്. ശ്രീ അച്യുത മേനോൻ്റെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന്. ശ്രീ അച്യുത മേനോൻ്റെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്നത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ്. അപ്പോൾ ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ, അതിൻ്റെ ദൗത്യ സംഘത്തിലെ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രശാന്ത് ബാലകൃഷ്ണൻ ഓർത്തിരിക്കുക. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനാണ് ലഭിച്ചത്. അപ്പോൾ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവനാണ് ലഭിച്ചത്, ഓർത്തിരിക്കുക. ദെൻ സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചു. സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്. പുലിത്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കാശ്മീർ സ്വദേശിനിയാണ്. അപ്പോൾ സന ഇർഷാദ് മട്ടുവിനാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ്. ദെൻ
ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. അപ്പോൾ പേരോർത്തിരിക്കുക, ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ. ദെൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിച്ചു. അപ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി പുതിയതായി വന്നത് പഴയ നിയമ സെക്രട്ടറി വി ഹരിനായരാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേരാണ് നൽകിയത്. വയനാട്ടിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേരാണ് നൽകിയത്. വയനാട്ടിൽ നിന്നുമാണ് പുതിയ ഇനം ഫംഗസ് കണ്ടുപിടിച്ചത്, ഗോംബസ് സാമൂരിനോറം.